നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ വലിയ പ്രതിഷേധം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ദിസ്ന സുരേഷ് അവിടെ നിന്നും ചേരുന്നുണ്ട്. ദിസ്ന, ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് വീണ്ടും ഈ പ്രതിഷേധം ആളിക്കത്താനുള്ള സാഹചര്യം എന്താണ്? പ്രതിഷേധക്കാരുടെ ആവശ്യം എന്താണ്? കാണുന്ന ദൃശ്യങ്ങൾ ഏറ്റവും വേദനിപ്പിക്കുന്നതും കരളലിയിപ്പിക്കുന്നതുമാണ്. ആ കുട്ടിയുടെ മുത്തശ്ശിയും അതോടൊപ്പം തന്നെ അമ്മയെയും ഈ സൂപ്രണ്ടിന്റെ റൂമിന് മുന്നിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന അവസ്ഥ തന്നെയാണ് കാണുന്നത്. അവർ കരയുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് സ്ഥലം മാറ്റം എന്ന നടപടിയിലേക്ക് മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ നടപടി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ പൊന്നോമനിയാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഉണ്ടാവണമെന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമ്മ ഇപ്പം മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ് ഇന്നലെ 2 മണിക്ക് എൻ്റെ കുഞ്ഞ് ഈ മോർച്ചറിയിൽ കയറ്റിയതാണ്. ഇന്നുവരെ ആയിട്ട് എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളെ കുഞ്ഞിന് നീതി കിട്ടി, ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങൾക്ക് അതിനുള്ള വഴി ഉണ്ടാക്കണം. ഈ ഡോക്ടറെ വെളിയിലാക്കണം. ഇനി ഇവർക്ക് വീട്ടിലാണ് ഇവർക്ക് ഇരിക്കേണ്ട നിയമം. ഇവർക്ക് ഒരു ആശുപത്രിയിലും പോയി ജോലി ചെയ്ത് ഇങ്ങനെ മനുഷ്യനെ കൊല്ലരുത്. ഇവർ പാടെ ഈ ജോലി കളഞ്ഞ് പോകണം. അതിനുള്ള ഒരു നീതി ഞങ്ങൾക്ക് വേണം. അതിനാണ് ഞങ്ങൾ ഈ കിടക്കുന്നത്. ഞങ്ങളെ കുഞ്ഞ് മോർച്ചറിയിലിരിക്കുന്നത്. ഇന്ന് 2 ദിവസം ആവാൻ പോവുകയാണ്. അത് ചുമ്മയാണ്. സ്ഥലം മാറ്റിയിട്ട് വീണ്ടും കൂടെ കൊണ്ടുവന്ന് മനുഷ്യനെ കൊല്ലാനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വേലയാണ്. ഞങ്ങളെ കുഞ്ഞ് എന്തായാലും ഭരിച്ചു. പക്ഷേ ഇനി നാട്ടിൽ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടാവരുത്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇത് തുടരും. ഇതിന് ഒരവസാനവും കിട്ടില്ല. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ കുഞ്ഞിനെ അവിടെ ഇത്രയും സമയമായിട്ടും ആ കുഞ്ഞിനെ വെളിയിലെടുത്തിട്ടില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടിയ ഉടനെ ഞങ്ങളെ കുഞ്ഞിനെ വെളിയിലെടുക്കാം, പോസ്റ്റ്മോർട്ടം ചെയ്യാം. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചർച്ചയിൽ പറയുന്നത് അവർക്ക് കൂടെ നിയമം എടുക്കാൻ പറ്റൂല. ബീന ജോർജ് അങ്ങനെയുള്ള പാർട്ടി മന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവരാരും ഇതുവരെയും കൂടെ വന്നിട്ടില്ല. തുടരാൻ തന്നെയാണ് അല്ലേ? ഇത് തുടരാൻ തന്നെയാണ് ഞങ്ങളെ പരിപാടി. തീർച്ചയായും ഗൗതം, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ്. അവർ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രധാനമായും അവർ പറയുന്നത് സ്ഥലം മാറ്റ നടപടി തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ്. BJPയുടെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഒരു സ്ഥലം മാറ്റ നടപടി മാത്രമായി ഒതുക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ മുഖരക്ഷിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ദയനീയമായൊരു അവസ്ഥ. അവർ പറയുന്നത് ആ കുഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂറായി, പോസ്റ്റ്മോർട്ടത്തിന് പോലും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവർക്ക് നീതി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. തീർച്ചയായിട്ടും ഇത്രയും നേരമായി ഈ കുഞ്ഞിന്റെ മൃതദേഹം അകത്ത് അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് ഈ നേരമായിട്ട് ഇപ്പം അവർ പറയുന്നത് എന്താണ്? സസ്പെൻഡ് ചെയ്യാൻ അവർക്ക് അധികാരമില്ല. സസ്പെൻഡ് ചെയ്യാൻ അധികാരപ്പെട്ടിട്ടുള്ള ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതുവരെ വന്നിട്ടുമില്ല. പോട്ടെ, ആരോഗ്യമന്ത്രി ആറന്മുളയിൽ നിന്ന് ഇങ്ങേറ്റം വരെ വന്നില്ല എന്നുണ്ടെങ്കിലും ഈ നാട്ടിലൊരു MLA മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ പോയി. അദ്ദേഹത്തെ പോലും കാണാനില്ല. ഒരു ജനപ്രതിനിധി ഇവിടുന്ന് തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ഇതുപോലുള്ള ജനങ്ങളുടെ ആവശ്യം വരുമ്പോഴാണ്. പ്രഹസനവുമായിട്ട് ഇടതുപക്ഷ സംഘടനകൾ പ്രകടനമായിട്ട് വരുന്നതിനപ്പുറത്തേക്ക് MLA നേരിട്ട് വരാത്തെന്താ? പോട്ടെ, അവർ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ വാമനപുരം മണ്ഡലത്തിൽ അവിടുത്തെ MLA പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നേ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവർ പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ ഇവരാരും തിരിഞ്ഞു നോക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ഏതെങ്കിലും പണക്കാരന്റെ കുഞ്ഞിനാണ് ഇത് സംഭവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരെല്ലാവരും MLA-മാരെല്ലാവരും അവിടെ പാഞ്ഞത്തില്ലായിരുന്നോ? പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പാഞ്ഞത്തില്ലായിരുന്നോ? ഇവർ പാവപ്പെട്ടവരായതുകൊണ്ടും ഇവർ ആദിവാസികളായതുകൊണ്ടും മാത്രമല്ലേ പിണറായി വിജയൻ ആവട്ടെ, അദ്ദേഹത്തിന്റെ MLA-മാരാകട്ടെ, മന്ത്രിമാരാകട്ടെ ഇതുവരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത്? MLA എവിടെ പോയി? 24 മണിക്കൂർ കഴിയുന്നു ഈ സംഭവം ഉണ്ടായിട്ട്. ഇതുവരെയായിട്ട് ഈ നാടിന്റെ MLA ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കേണ്ടതാണ്. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായ അല്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. അവരുടെ കുടുംബം മുഴുവൻ ഇത്തരത്തിൽ പ്രതിഷേധവുമായി വരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവർ പറയുന്നത് ആദ്യത്തെ കുട്ടിയാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ട്. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല. ഇനിയും സാധാരണക്കാരായ ഒരാൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ വരരുത് എന്നത് തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് കുടുംബത്തിൻ്റെ നിലപാട്. ഗൗതം.
യെസ്, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. BJP നേതാവ് യുവരാജ് ഗോകുലിന്റെ നേതൃത്വത്തിൽ അവിടെ BJP പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. സ്ഥലം MLA ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തൊട്ടടുത്ത മണ്ഡലത്തിലുള്ള MLA മാരാകട്ടെ ഇവരാരും ആ വഴിക്കേക്ക് വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധം BJP നടത്തുന്നുണ്ട്. അതിനൊപ്പം ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതിഷേധം കൂടി നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ കുഞ്ഞ് മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മോർച്ചറിയിൽ കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചതാണ്. അതിതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഡോക്ടറെ കേവലം സ്ഥലം മാറ്റം എന്ന നിലയ്ക്ക് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഡോക്ടർക്കെതിരെയും സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ ആ കുടുംബവും ഒപ്പം BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. വനവാസി സമൂഹത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഇത്രയും വലിയ അവഗണന ആ കുടുംബത്തോട് കാണിക്കുന്നത് എന്ന വിമർശനം യുവരാജ് ഗോകുൽ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ദിസ്ന സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്.